വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. എഴുപുന്ന ഗ്രാമപഞ്ചായത്തിന് വീണ്ടും മിച്ച ബജറ്റ്. കളിസ്ഥലത്തിന് 1.25 കോടി മാറ്റിവെച്ചു. എഴുപുന്ന ഗ്രാമപഞ്ചായത്തിന് വീണ്ടും മിച്ച ബജറ്റ്. പഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം, ഉൽപാദനം, സേവനം, പശ്ചാത്തലം തുടങ്ങിയ സർവ്വ മേഖലകളിലും ആവശ്യമായ പരിഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണെന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ധനകാര്യ ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീരേഖ അവകാശപ്പെട്ടു. 2025-26 വർഷത്തിലേക്കുള്ള ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചത്. പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ബഡ്ജറ്റ് എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ വർഷത്തെ ബഡ്ജറ്റിനുണ്ട്. ഈ വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന മേഖല ആരോഗ്യ മേഖലയാണ്. അതുപോലെ തന്നെ എന്നാൽ തന്നെയും മറ്റു മേഖലകളും, സേവന മേഖല, ഉൽപ്പാദന മേഖല, വിദ്യാഭ്യാസ മേഖല, പശ്ചാത്തല മേഖല എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പദ്ധതികളിൽ കൊള്ളിച്ചുമാണ് നമ്മൾ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു 6 കോടി രൂപ ഭവന നിർമ്മാണ പദ്ധതിയിൽ നമ്മൾ വകകൊള്ളിച്ചിട്ടുണ്ട്. വൈദ്യുതിക്ക് 48 ലക്ഷം, ടൂറിസം മേഖലയ്ക്ക് ഒരു 62 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കളിസ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 1.25 കോടി രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗപരിമിതരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു 29 ലക്ഷം രൂപ വകമാറ്റിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ 48 ലക്ഷം, ഉൽപാദന മേഖലയിലെ കൃഷിക്കും മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം എല്ലാ മേഖലകൾക്കും അതിൻ്റേതായ പ്രാധാന്യത്തിൽ നല്ല രീതിയിൽ ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. മുൻകാല നീക്കിയിരിപ്പ് 4,81,30,597 രൂപയാണ്. വരും വർഷം 28,10,31,000 രൂപ വരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. 32,61,597 രൂപയാണ് മിച്ചം കണക്കാക്കുന്നത്. കെട്ടിട നികുതി, തൊഴിൽ നികുതി, ലേലം, വാടക, വിനോദ നികുതി മുതലായ തനത് വരുമാനങ്ങളിലൂടെയും കേരള സർക്കാർ 2025-26 ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വിഹിതവും കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവിധ ഗ്രാന്റുകളും ഹഡ്കോയിൽ നിന്നുള്ള വായ്പകളുമാണ് പഞ്ചായത്തിന്റെ പ്രധാന വരുമാനം. കളിസ്ഥലത്തിനായി 1.25 കോടിയും, ആരോഗ്യത്തിനായി 1.1 കോടിയും, ഭവന നിർമ്മാണത്തിനായി 6.32 കോടിയും, മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 56 ലക്ഷവും, വൈദ്യുതിക്കായി 48 ലക്ഷവും, ടൂറിസത്തിനായി 62 ലക്ഷവും, അംഗപരിമിതരുടെ ക്ഷേമത്തിന് വേണ്ടി 29 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വയോജന പാർക്കുകൾ പോലുള്ള പദ്ധതികൾ നടപ്പാക്കും. വിദ്യാഭ്യാസ മേഖലയിൽ 48 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വനിതാ ക്ഷേമത്തിന് വേണ്ടി ഷീലോഡ്ജുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ളതിന് 14 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഉൽപാദന മേഖലയിൽ കൃഷി 45 ലക്ഷം, മൃഗസംരക്ഷണം 23.5 ലക്ഷം, ക്ഷീരോത്പാദനം 9.5 ലക്ഷം, മത്സ്യബന്ധനം 8 ലക്ഷം, പശ്ചാത്തല മേഖലയിൽ കെട്ടിടങ്ങൾ 93 ലക്ഷം, റോഡുകൾ 2.65 കോടി, സൗരോർജ്ജ പദ്ധതികൾ, ബയോഗ്യാസ് പ്ലാന്റ്, പ്രകൃതി സംരക്ഷണം, യുവജനക്ഷേമം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശ്ചാത്തല മേഖലകളിൽ കെട്ടിടങ്ങൾ ഒരു 93 ലക്ഷം രൂപയുടെ കെട്ടിടങ്ങളും 2.65 കോടി രൂപയ്ക്കുള്ള റോഡുകൾ അതും നമ്മൾ ഇതിനകത്ത് വകകൊള്ളിച്ചിട്ടുണ്ട്. സമഗ്ര പുരോഗതിയെ, പഞ്ചായത്തിൻ്റെ തന്നെ സമഗ്ര പുരോഗതിയെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലും അതുപോലെ തന്നെയുള്ള ഒരു മിച്ച ബഡ്ജറ്റ് തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ നമ്മുടെ ബഡ്ജറ്റും മിച്ച ബഡ്ജറ്റ് തന്നെയാണ്. നമ്മുടെ മുൻബാക്കി നീക്കിയിരിപ്പ് പഞ്ചായത്തിന് 4,81,30,597 രൂപ ഉണ്ടായിരുന്നു. ആകെ വരവ് നമ്മൾക്ക് 28,10,31,000 രൂപയാണ് വരവിനത്തിലുള്ളത്. അതുപോലെ ചെലവ് വന്നിരിക്കുന്നത് 32,59,9 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് നീക്കിയിരിപ്പ് 32,60,1,597 രൂപ നീക്കിയിരിപ്പുള്ള ഒരു മിച്ച ബഡ്ജറ്റാണ് 2025-26. പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതിയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ PK മധുക്കുട്ടൻ, MP ബെനഡിക്ട്, ദീപ ടീച്ചർ, അധ്യക്ഷ സ്ഥാനത്തുള്ളവരും പ്രതിപക്ഷ കക്ഷികളിലെ അംഗങ്ങളായ തങ്കമണി സോമൻ, സോജി മോൻ എന്നിവരും സംസാരിച്ചു. ഏഴരകുള്ള എഴുപതിനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. ഇപ്പോൾ മാലിന്യമുക്ത രംഗത്താണെങ്കിലും നമ്മൾ പട്ടണക്കാട് ബ്ലോക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പഞ്ചായത്താണ്. ഇക്കുറി എന്തിനൊക്കെ പ്രാധാന്യം? ഇക്കുറി യുവജനക്ഷേമത്തിനും ലൈഫ് ഭവന പദ്ധതിക്കും ആരോഗ്യ രംഗത്തിനുമാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടണക്കാട് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീട് കൊടുത്തിരിക്കുന്ന പഞ്ചായത്തും പഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, അരൂർ.